പേരാമ്പ്ര എം.എൽ.എ. ഫാത്തിമ താലിയ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ഫാത്തിമ, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പം രൂപീകരിച്ചിട്ടുണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷിക്കാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ഒരുപാട് വിവാദങ്ങൾ പേരാമ്പ്ര ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് UDF ഇതിൽ പ്രതീക്ഷിക്കുന്നത്, മുസ്ലിം ലീഗ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? അതെ, വളരെ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ നാടിനെ ഏതൊക്കെ രൂപത്തിൽ പ്രയാസപ്പെടുത്താൻ പറ്റുമോ ആ രൂപത്തിലൊക്കെയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും പിന്നീട് നടന്നിട്ടുള്ള നമ്മുടെ നിയോജക മണ്ഡലം ഇലക്ഷനിലാണെങ്കിലും ഉള്ള സംഭവങ്ങൾ ഉണ്ടായത്. അപ്പൊ അന്ന് തന്നെ നമ്മൾ ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാം ആരാണ് കുറ്റക്കാരെന്നുള്ളത്. നിങ്ങൾ ഫോണ് ഡയറക്റ്റ് കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് അന്വേഷിക്കണം. അന്ന് ആ സമയത്ത് മറ്റൊരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയുടെ പേര് പറഞ്ഞു, അദ്ദേഹം നിർമ്മിച്ചതാണ് ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് എന്നുള്ള വിവാദമൊക്കെ നമ്മൾ അന്ന് കേട്ടതാണ്. അപ്പം ഇത്തരത്തിലുള്ള യുവാക്കളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി. പിന്നീട് കേരള പോലീസ് തന്നെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് ഇതുണ്ടാക്കിയിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളും അത് CPM-ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളാണ് എന്ന്. അത് സമാനമായിട്ടുള്ള രീതിയിലാണ് പേരാമ്പ്രയിലും തെരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു അനൗൺസ്മെന്റ്, കൗമുലക്കുട്ടി എന്ന് പറയുന്ന അനൗൺസ്മെന്റ് CPM-ന്റെ അതായത് LDF-ന്റെ കാൻഡിഡേറ്റിന്റെ പ്രചരണ വാഹനത്തിൽ നിന്നാണ് വന്നത്. അതും റെക്കോർഡിക്കലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു അത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നിർബന്ധിതമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടക്കുന്നത്. അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. നീതി എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. സത്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിട്ട് കാണുന്നു. പേരാമ്പ്രയിലും സമാനമായിട്ടുള്ള അന്വേഷണം നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നിയമ കാര്യങ്ങളുമായിട്ട് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.